സ്പെക്ട്രോസ്കോപ്പിയുടെ ആദ്യ ഭാഗം ഡിസ്കസ് ചെയ്തു. ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയെടുത്തുനിന്നാണ് ഞാൻ ഇന്ന് തുടങ്ങുന്നത്. ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു നമുക്ക് ഏതൊരു സ്പെക്ട്ര റെക്കോർഡ് ചെയ്യുമ്പോഴും അതിന്റെ പീക്കുകളാണ് ലഭിക്കുക എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. ആ പീക്കുകൾ ലഭിക്കുന്ന സമയത്ത് ഏതൊരു പീക്കും നമ്മൾ ഇൻസ്ട്രുമെന്റലി അനലൈസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ രണ്ട് ഭാഗങ്ങളാണ് ഉണ്ടാവുക. ഏത് പീക്ക് മക്കൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഏത് പീക്ക് നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്തും ആ പീക്കിന് രണ്ട് ഭാഗങ്ങളാണ് ഉണ്ടാവുക. ഒന്ന് അനലൈറ്റ്, അതായത് നമ്മുടെ മാറ്റർ അല്ലെങ്കിൽ സാമ്പിൾ തരുന്ന ഒരു ഭാഗവും ഉണ്ടാവും. മറ്റൊന്ന് നമ്മൾ കാണുന്നത് എന്താന്ന് വെച്ചാല് ഈ എന്താ പറയാ വളരെ ചെറിയ രൂപത്തിലുള്ള സിഗ്നലുകളാണ് നമുക്ക് രണ്ടാമത്തെ ഭാഗമായിട്ട് എന്താവുക കാണുക. ഒന്ന് നമ്മുടെ അനലൈറ്റ് തരുന്ന സിഗ്നൽ ആണ്. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ദ ഫോൾസ് സിഗ്നൽ പ്രൊഡ്യൂസ്ഡ് ബൈ ദ റാൻഡം ഫ്ലക്ച്വേഷൻ ഓഫ് ദി ബാക്ക്ഗ്രൗണ്ട് സിഗ്നൽ. ഈ ബാക്ക്ഗ്രൗണ്ട് സിഗ്നലിൽ ഉണ്ടാകുന്ന റാൻഡം ഫ്ലക്ച്വേഷൻ കൊണ്ട് ചിലപ്പോൾ സോഴ്സിലുള്ള വ്യത്യാസമാവാം, ചിലപ്പോൾ ഡിറ്റക്ടറിന് ഡിറ്റക്ട് ചെയ്യാനുള്ള പ്രയാസം കൊണ്ടാവാം. അപ്പൊ സോഴ്സ് കൊണ്ടോ ഡിറ്റക്ടർ കൊണ്ടോ ഏതുകൊണ്ട് വേണേലും ആവാം, അവരിലുണ്ടാകുന്ന റാൻഡം ഫ്ലക്ച്വേഷൻസ് കൊണ്ട് ഇവിടെ നമുക്ക് ഫോൾസ് സിഗ്നലുകൾ എന്താവും പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഫോൾസ് സിഗ്നലുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് നോയ്സ് എന്നാണ് നമ്മൾ എന്താക്കുക പറയുക. അപ്പൊ ഒരു അനലൈറ്റിന്റെ ഒരു പീക്കും കാണും, അതോടൊപ്പം നമ്മൾ സ്പെക്ട്ര ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് ഈ സ്പെക്ട്രയുടെ ഭാഗമായിട്ട് സോഴ്സിനോ ഡിറ്റക്ടറിനോ ഉണ്ടാകുന്ന റാൻഡം ഫ്ലക്ച്വേഷന്റെ ഫലമായി ഈ ബാക്ക്ഗ്രൗണ്ട് സിഗ്നലുകൾക്ക് ഉണ്ടാകുന്ന വ്യതിയാനമാണ് നോയ്സ് എന്നുള്ള പേരിൽ നമ്മൾ എന്താക്കുക അറിയപ്പെടുക. ക്ലിയർ? ഇങ്ങനെ രണ്ട് ഭാഗങ്ങളാണ് ഏതൊരു സിഗ്നലിനും ഉണ്ടാവുക. ഇവിടെ നമ്മൾ കണ്ടീഷൻ പറയുന്ന കാര്യം ഇതാണ്: if the concentration of our matter or a sample decreases, നമ്മുടെ സാമ്പിളിന്റെ മാറ്ററിന്റെ കോൺസെൻട്രേഷൻ കുറവാണ് എന്ന് കരുതുക. അതോടൊപ്പം തന്നെ യൂസിംഗ് ദ സോഴ്സസ് ബിക്കം ടു ബി വെരി വീക്ക്, നമ്മൾ ഉപയോഗിക്കുന്ന സോഴ്സ് വളരെ വീക്കർ ആണ് എന്നും കരുതുക. രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഒന്ന്, നമ്മൾ ഉപയോഗിക്കുന്ന സാമ്പിളിന്റെ കോൺസെൻട്രേഷൻ വളരെ കുറവാണ് എന്ന് കരുതുക. മറ്റൊന്ന്, നമ്മൾ ഉപയോഗിക്കുന്ന ആ റേഡിയേഷൻ കടത്തിവിടുന്ന സോഴ്സ് വളരെ വീക്കർ ആയ ഒരു സോഴ്സ് ആണ് എന്നും കരുതുക. ഇങ്ങനെ ഒരു സാമ്പിളിന്റെ കോൺസെൻട്രേഷൻ കുറയുകയോ അല്ലെങ്കിൽ സോഴ്സ് വീക്കർ ആവുകയോ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും ഈ അനലൈറ്റിന്റെ പീക്കും നോയ്സും തമ്മിൽ വേർതിരിച്ചറിയാൻ സാധിക്കില്ല. എത്ര കണ്ട് നിങ്ങൾ കോൺസെൻട്രേഷൻ കുറയുന്നു, എത്ര കണ്ട് സോഴ്സ് വീക്കർ ആവുന്നു, അതിനനുസരിച്ച് നമുക്ക് ഒരു സ്പെക്ട്രയുടെ നോയ്സ് ഏതാ, ഒരു സ്പെക്ട്രയുടെ അനലൈറ്റിന്റെ പീക്ക് ഏതാ എന്നുണ്ടാക്കാൻ പറ്റില്ല, തിരിച്ചറിയാൻ വേണ്ടിയിട്ട് കഴിയില്ല. It is difficult to distinguish between both the analyte peak and noise. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു ഇൻസ്ട്രുമെന്റിന്റെ അക്യുറസി അല്ലെങ്കിൽ പ്രിസിഷൻ എന്ന് പറയുന്നതിനെ പറ്റി പറയാൻ പറ്റില്ല. The accuracy and the precision of the instrument will be decreased. അക്യുറസിയും പ്രിസിഷനും എന്താവുകയാണ് ചെയ്യുക, കുറയുകയാണ് ഉണ്ടാവുക ചെയ്യുക. ഇനി ഏതൊരു ഇൻസ്ട്രുമെന്റിനും ഈ നോയ്സുകളെയും അതോടൊപ്പം തന്നെ സിഗ്നലുകളെയും വേർതിരിച്ചറിയാൻ വേണ്ടിയിട്ട് എന്താവും സാധിക്കും. ഏത് ഇൻസ്ട്രുമെന്റ് മക്കൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും the instrument can have the ability to determine the signal and noise. ആ ഒരു പാരാമീറ്റർ ആണ് നമ്മൾ പറയുന്ന സിഗ്നൽ നോയ്സ് റേഷ്യോ. ക്ലിയർ? ഏത് സിഗ്നൽ അല്ലെങ്കിൽ ഏതൊരു ഇൻസ്ട്രുമെന്റിന്റെയും ഒരു പ്രത്യേകതയാണത്, അതിന്റെ സിഗ്നലും നോയ്സും നമുക്ക് വേർതിരിച്ചറിയാൻ വേണ്ടിയിട്ട് എന്താവും സാധിക്കും. അത് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതാണ് സിഗ്നൽ നോയ്സ് റേഷ്യോ. അതിങ്ങനെയാ റെപ്രസെന്റ് ചെയ്യുക: സിഗ്നൽ നോയ്സ് റേഷ്യോ S/N is equal to average signal amplitude divided by average noise amplitude.
ആവറേജ് സിഗ്നൽ ആംപ്ലിറ്റ്യൂഡ് ഡിവൈഡഡ് ബൈ ആവറേജ് നോയ്സ് ആംപ്ലിറ്റ്യൂഡിനെയാണ് നമ്മൾ സിഗ്നൽ നോയ്സ് റേഷ്യോ എന്നുള്ള പേരിൽ എന്താക്കുക പറയുക. റെഡി? ഈ സിഗ്നൽ നോയ്സ് റേഷ്യോ ഓഫ് ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ച് നമുക്ക് ആ ഇൻസ്ട്രുമെന്റിന്റെ എഫിഷ്യൻസി നമുക്ക് എന്താക്കാൻ പറ്റും, പറയാൻ വേണ്ടിയിട്ട് എന്താവും പറ്റും. ബേസിക്കലി ഏതൊരു ഇൻസ്ട്രുമെന്റിനും ഉണ്ടാകേണ്ട സിഗ്നൽ നോയ്സ് റേഷ്യോ എന്ന് പറയുന്നത് 3 or 4 ആണ്. 3 to 4 എന്നല്ല കേട്ടോ മക്കളെ, 3 or 4 ആണ് നമ്മൾ എന്താക്കുക പറയുക. ക്ലിയർ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഏതൊരു സിഗ്നൽ ഒബ്സർവ് ചെയ്യുന്ന സമയത്തും ആ സിഗ്നൽ മാത്രമല്ല ഉണ്ടാവുക, നമ്മൾ ഉപയോഗിക്കുന്ന സോഴ്സ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡിറ്റക്ടറിലോ ഉണ്ടാകുന്ന റാൻഡം ഫ്ലക്ച്വേഷൻസ് ഈ ബാക്ക്ഗ്രൗണ്ട് സിഗ്നലിനെ സാരമായി ബാധിക്കും. അങ്ങനെ വരുമ്പോൾ ധാരാളം ചെറിയ കുനിപ്പുകൾ കൂടി ഉണ്ടാവും. അതിനെയാണ് നമ്മൾ നോയ്സ് എന്നുള്ള പേരിൽ എന്താക്കുക പറയുക. നിങ്ങൾ നിങ്ങളുടെ സാമ്പിളിന്റെ കോൺസെൻട്രേഷൻ കുറയ്ക്കുകയോ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന സോഴ്സ് വീക്കർ ആക്കുകയോ ചെയ്യുന്ന സമയത്ത് വീണ്ടും അതെന്താവാൻ വേണ്ടിയിട്ട് തുടങ്ങും. ഈ സിഗ്നലുകളെയും നോയ്സുകളെയും നമുക്ക് വേർതിരിച്ചറിയാൻ സാധിക്കാതെ എന്താവും വരും. ക്ലിയർ? അങ്ങനെ വരുമ്പോൾ നമുക്ക് ഡിഫിക്കൽട്ട് ആണ് ഒരു ഇൻസ്ട്രുമെന്റിന്റെ അക്യുറസിയും അതുപോലെ തന്നെ പ്രിസിഷനും ഒക്കെ എന്താക്കാൻ പറയാൻ. ഇങ്ങനെ വരുന്ന സമയത്താണ് നമ്മൾ എന്താക്കുന്നത്, ഒരു ഇൻസ്ട്രുമെന്റിന്റെ എബിലിറ്റി എത്രത്തോളം ഉണ്ട്, എത്രത്തോളം എബിലിറ്റി ഉണ്ട് ഒരു ഇൻസ്ട്രുമെന്റിന് സിഗ്നലുകളെയും നോയ്സുകളെയും വേർതിരിച്ചറിയാൻ. അതിനെയാണ് നമ്മൾ സിഗ്നൽ നോയ്സ് റേഷ്യോ എന്നുള്ള പേരിൽ എന്താക്കുക പറയുക. ബേസിക്കലി ഒരു ഇൻസ്ട്രുമെന്റിന്റെ സിഗ്നൽ നോയ്സ് റേഷ്യോ 3 to 4 ആണ്. Then there is a next one we can discuss about broadening of spectral lines. Ready? ഞാൻ നോക്കൂ, ഞാൻ രണ്ട് സ്പെക്ട്രൽ പീക്കുകൾ വരയ്ക്കാം. ഇതിൽ ഏതാ ഈ ബ്രോഡൻ സ്പെക്ട്ര? ഈ വരച്ചു വെച്ചിരിക്കുന്നത് ആദ്യത്തേതാണോ രണ്ടാമത്തേതാണോ നമ്മൾ പറയുന്ന ബ്രോഡൻ സ്പെക്ട്ര? രണ്ടാമത്തേതാണ് അല്ലെ? ബേസിക്കലി നമ്മൾ നോക്കുന്ന സമയത്ത് എല്ലാ സ്പെക്ട്രോസ്കോപ്പി നോക്കുമ്പോഴും ആ സ്പെക്ട്രൽ പീക്കുകളെല്ലാം ഫൈനൈറ്റ് നാരോ പീക്കുകളായിട്ട്, കുനുകുനുള്ള നാരോ പീക്കുകളായിട്ടാണ് നമ്മൾ എന്താക്കുക കാണുക. എന്നിരിക്കെങ്കിലും കൂടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സോഴ്സിന്റെ സാമ്പിളിന്റെ സ്വഭാവത്തിനനുസരിച്ച് ഈ സ്പെക്ട്രൽ ലൈനുകൾക്ക് ബ്രോഡനിങ് എന്താവാം സംഭവിക്കാം. റെഡി? ഒരു സോഴ്സിൽ നിന്ന് വരുന്ന ലൈറ്റിനെ ബ്രോഡൻഡ് ആയിട്ടാ വരിക. അതായത് വിസരണം എന്നല്ല അതിന് പറയുക, അത് ധാരാളം എന്തായിട്ടാ വരിക, ദീർഘിപ്പിച്ച് വിജൃംഭിച്ചിട്ടൊക്കെയാ വരിക അല്ലെ? അങ്ങനെയല്ലേ വരിക. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ആ സോഴ്സിൽ നിന്ന് വരുന്ന റേഡിയേഷനെ നാരോ ആക്കി മാറ്റണം. നാരോ ആക്കി മാറ്റാൻ, ബ്രോഡനിങ് കുറയ്ക്കാൻ അതിന് നമ്മൾ എന്താക്കും, സ്ലിറ്റിലൂടെ എന്താക്കും, കടത്തിവിടും. യു നോ ദ സ്ലിറ്റ് അല്ലെ? ആ സ്ലിറ്റിലൂടെ കടത്തി വിടുന്ന സമയത്ത് അതിന്റെ ബ്രോഡനിങ് കുറഞ്ഞ് നാരോ പീക്കുകളായിട്ട് മാറും. ഇത് തന്നെയാണ് നമ്മൾ ഡിറ്റക്ടറിൽ ചെയ്യുക. ഡിറ്റക്ടറിൽ വരുന്ന ഈ ബ്രോഡൻഡ് സ്പെക്ട്രൽ ലൈനുകളെ സ്ലിറ്റിലൂടെ കടത്തിവിട്ട് നാരോ ആക്കിയിട്ടാണ് നമ്മൾ ആംപ്ലിഫൈ ചെയ്യുക. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ബ്രോഡനിങ് ഓഫ് സ്പെക്ട്രൽ ലൈനുകൾ നടക്കുന്നത്? റെഡി? 3 കാരണങ്ങളാണ് നമ്മൾ ബ്രോഡനിങ് ഓഫ് സ്പെക്ട്രൽ ലൈനുകൾക്ക് പറയുക. ഒന്നാമത്തെ കാരണമായിട്ട് നമ്മൾ പറയുന്നത് ഇതാണ്, ദിസ് ഈസ് കൊളീഷൻ ബ്രോഡനിങ്. ബ്രോഡനിങ്ങിന് പറയുന്ന ഒന്നാമത്തെ കാരണമാണ് കൊളീഷൻ ബ്രോഡനിങ്. ഇനി രണ്ടാമത്തെ കാരണമാണ് നമ്മൾ പറയുന്നത് ദിസ് ഈസ് ഡോപ്ലർ ബ്രോഡനിങ്. മൂന്നാമത്തെ കാരണമാണ് നമ്മൾ പറയുന്നത് ദിസ് ഈസ് ഹെയ്സൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. റെഡി? 3 കാരണങ്ങളാണ് നമ്മൾ പറയുന്നത്. ഒന്ന് കൊളീഷൻ ബ്രോഡനിങ്, മറ്റൊന്ന് ഡോപ്ലർ ബ്രോഡനിങ്, മൂന്നാമതൊന്ന് ഹെയ്സൻബർഗിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഈ 3 കാരണങ്ങളാലാണ് സ്പെക്ട്രൽ ലൈനുകൾക്ക് ബ്രോഡനിങ് എന്താകുന്നത്, സംഭവിക്കുന്നത്. നോക്കുക, ഫോർ എക്സാമ്പിൾ ആദ്യത്തേത് പറയാം. ഇൻ ദ കേസ് ഓഫ് ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ്, ലിക്വിഡുകളെയും ഗ്യാസസിനെയും നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത്
ഈ ലിക്വിഡ് മോളിക്യൂൾ ആവട്ടെ ഗ്യാസ് മോളിക്യൂളുകൾ ആവട്ടെ they are freely to move അല്ലേ? ഫ്രീലി ടു മൂവ് ആണ്. അങ്ങനെ ഫ്രീലി ടു മൂവ് ആവുന്നത് കൊണ്ട് തന്നെ they are collided with each other. അവര് തമ്മിൽ എന്താവും? കൊളൈഡ് ചെയ്യും. അവര് തമ്മിൽ മാത്രമല്ല കൊളൈഡ് ചെയ്യുന്നത്, അവരും പാത്രത്തിന്റെ ഭിത്തിയും വാൾ ഓഫ് ദി കണ്ടെയ്നറും തമ്മിൽ എന്താവും? കൊളൈഡ് ചെയ്യും. അങ്ങനെ കൊളൈഡ് ചെയ്യുന്ന സമയത്ത് അവരുടെ എനർജിക്ക് പെർട്യൂബേഷൻ എന്താവും? സംഭവിക്കും. What is mean by perturbation? Disturbance. അല്ലേ? അവരുടെ എനർജിക്ക് ഡിസ്റ്റർബൻസ് എന്താവും? സംഭവിക്കും. അങ്ങനെ ഡിസ്റ്റർബൻസ് സംഭവിക്കുന്ന സമയത്ത് വൈബ്രേഷണൽ മോഷനും റൊട്ടേഷണൽ മോഷനും എന്താവും? വ്യത്യാസം വരും. എനർജി ലെവലുകൾ എന്ന് പറയുന്നത് പ്രിസൈസ്ലി ഡിഫൈൻഡ് ആയിരിക്കുകയില്ല. റെഡി? നോക്കൂ, പറഞ്ഞത് ഇങ്ങനെ നമ്മുടെ മോളിക്യൂളുകൾക്ക് കൊളീഷൻ സംഭവിക്കുന്നതിന്റെ ഫലമായിട്ട് അവരുടെ എനർജി പെർട്യൂബ്ഡ് ആവുകയും എനർജി ലെവലുകൾ ഒരിക്കലും പ്രിസൈസ്ഡ് ആവുകയും ചെയ്യില്ല. അങ്ങനെ എനർജി ലെവലുകൾ പ്രിസൈസ്ഡ് ആയിട്ടില്ല എങ്കിൽ ഈ റൊട്ടേഷണൽ ട്രാൻസിഷനിലും വൈബ്രേഷണൽ ട്രാൻസിഷനിലും ഒക്കെ വ്യത്യാസങ്ങൾ എന്താവും? വരും. അങ്ങനെ വ്യത്യാസങ്ങൾ വരുന്നതിന്റെ ഫലമായിട്ട് നമ്മുടെ സ്പെക്ട്രൽ ലൈനുകൾക്ക് എന്താവും? കൊളീഷൻ എന്താവും? ബ്രോഡനിങ് എന്താവും? സംഭവിക്കും. റെഡി? ഇനി ഗ്യാസസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുന്ന ലിക്വിഡ് മോളിക്യൂളുകൾക്കാണത്രേ കൊളീഷൻസ് വളരെ കൂടുതല്. അതുകൊണ്ട് തന്നെ ഗ്യാസ് ഫേസിലെ സ്പെക്ട്ര നമ്മൾ നോക്കുന്ന സമയത്ത് ഗ്യാസ് ഫേസിലെ സ്പെക്ട്രയ്ക്ക് കുറച്ചെങ്കിലും ഷാർപ്നെസ് ഉണ്ടാവും. ലിക്വിഡ് മോളിക്യൂളുകളുടെ സ്പെക്ട്രയ്ക്ക് ഷാർപ്നെസ് കുറവായിരിക്കും. ബ്രോഡനിങ് ആയിരിക്കും വളരെ കൂടുതലായിട്ട് നിങ്ങൾ എന്താവുക? കാണുക. റെഡി? ഇനി ഇങ്ങനെയാണെങ്കിൽ നോക്കൂ, നമ്മുടെ സോളിഡ്സിന്റെ കാര്യത്തിലേക്ക് വരൂ. സോളിഡ്സിന്റെ കാര്യം വരുന്ന സമയത്ത് സോളിഡ്സിലെ മോളിക്യൂളുകൾക്ക് ഈ ഒരു പ്രിസൈസ്ഡ് മൂവ്മെന്റ് എന്ന് പറയുന്ന സംഗതിയേ ഇല്ല, അല്ലേ? വൈബ്രേഷൻ ത്രൂ ഔട്ട് ദിയർ പൊസിഷൻ, സ്വന്തം പൊസിഷനിൽ നിന്നുകൊണ്ടുള്ള വൈബ്രേഷൻ മാത്രമേ ഈ പറയുന്ന സോളിഡ് മോളിക്യൂളുകൾക്ക് ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവരുടെ സ്പെക്ട്രയായിരിക്കും കുറച്ചുകൂടി ഇഫക്റ്റീവ്ലി ഷാർപ്പ്ഡ് സ്പെക്ട്രയായിട്ട് നിങ്ങൾക്ക് എന്താവുക? കാണുക. ക്ലിയർ? അപ്പൊ പറഞ്ഞ കാര്യം ഇതാണ്, ലിക്വിഡുകളോ ഗ്യാസസോ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അവിടെ റാൻഡം മൂവ്മെന്റ് ആണ് ഉണ്ടാവുക. ഈ റാൻഡം മൂവ്മെന്റ് വഴി നമ്മുടെ റിയാക്ടന്റ് മോളിക്യൂളുകൾക്ക് കൊളീഷൻ സംഭവിക്കും. മോളിക്യൂളുകൾ തമ്മിലും വാൾ ഓഫ് ദി കണ്ടെയ്നർ തമ്മിലും കൊളീഷൻ സംഭവിക്കുന്നതിന്റെ ഫലമായി അവിടെ ഡിസ്റ്റർബൻസ്, എനർജി ലെവലിന് പെർട്യൂബേഷൻ സംഭവിക്കും. എനർജി ലെവൽ ഒരിക്കലും പ്രിസൈസ്ഡ് ആയിരിക്കുകയില്ല. അങ്ങനെ വരുമ്പോൾ റൊട്ടേഷണൽ ട്രാൻസിഷനിലും വൈബ്രേഷണൽ ട്രാൻസിഷനിലും ഒക്കെ വ്യത്യാസങ്ങൾ എന്താവും? സംഭവിക്കും. അങ്ങനെ വ്യത്യാസങ്ങൾ സംഭവിക്കുന്നതിന്റെ ഫലമായി ബ്രോഡനിങ് നടക്കും. ലിക്വിഡുകൾക്കാണ് കൊളീഷന്റെ അളവ് കൂടുതൽ, അതുകൊണ്ട് അവർക്കായിരിക്കും ബ്രോഡനിങ് എന്ത് കൂടുതൽ. എന്നാൽ നമ്മൾ ഗ്യാസസിലേക്ക് വരുന്ന സമയത്ത് ഗ്യാസസിന് ഇത് കുറച്ചുകൂടി ഇഫക്റ്റീവ്ലി ഷാർപ്പ്ഡ് പീക്കുകളാണ്. എന്നാൽ സോളിഡുകൾക്കകത്ത് ഈ തരത്തിലുള്ള ഒരു മൂവ്മെന്റേ സംഭവിക്കാത്തത് കാരണം അവരുടെ സ്പെക്ട്ര കുറച്ചുകൂടി എന്തായിരിക്കും? ഷാർപ്പൻ ആയിരിക്കും. ഇനി നോക്കൂ, നമ്മൾ രണ്ടാമത്തെ ഫിനോമിനയാണ് ഡിസ്കസ് ചെയ്യുന്നത്. വി ക്യാൻ ഡിസ്കസ് അബൌട്ട് ഡോപ്ലർ ബ്രോഡനിങ്. ഡോപ്ലർ ബ്രോഡനിങ് എന്ന് പറയുന്നതാണ് നമ്മൾ പറയുന്നത്. Doppler broadening arises from the change or difference in velocity due to the distance between instrument and the sample. ഇൻസ്ട്രുമെന്റിൽ നിന്ന് സാമ്പിളിലേക്കുള്ള അകല വ്യത്യാസത്തിനനുസരിച്ച് വെലോസിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവുകയും അതുവഴി സ്പെക്ട്രൽ ലൈനുകൾക്ക് ബ്രോഡനിങ് സംഭവിക്കുകയും ഉണ്ടാവും ചെയ്യും. പണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ദൂരെ നിന്ന് വരുന്ന തീവണ്ടിയും റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന ആളും തമ്മിൽ പറഞ്ഞിട്ടാണ് ഡോപ്ലർ ഇമ്പാക്ട്, ഡോപ്ലർ ഇഫക്റ്റ് നമ്മൾ പഠിക്കുന്നത്. ഓർമ്മയില്ലേ? അകലെ നിന്നുള്ളത് അടുത്ത് നിന്ന് കേൾക്കുന്നത് എന്ന് പറഞ്ഞിട്ട്. അതേപോലെയായി ഇവിടെ ഡോപ്ലർ ബ്രോഡനിങ് നമ്മൾ പറയണം. നോക്കളെ, ഡോപ്ലർ ബ്രോഡനിങ് എന്ന് പറയുന്നത് ഇൻസ്ട്രുമെന്റും നമ്മുടെ സാമ്പിളും തമ്മിലുള്ള അകല വ്യത്യാസത്തിനനുസരിച്ചുണ്ടാകുന്ന വെലോസിറ്റി ചേഞ്ച് ആണ് സ്പെക്ട്രൽ ലൈനുകളുടെ ഈ പറയുന്ന ബ്രോഡനിങ്ങിന് എന്ത് കാരണം. Consider a molecule is moving towards the instrument.
ഇൻസ്ട്രുമെന്റിന്റെ അടുത്തോട്ട് മൂവ് ചെയ്യുന്ന ഒരു മോളിക്യൂളിന്റെ വെലോസിറ്റി ആണ് u. റെഡി? അതിന്റെ ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക ന്യൂ ബാർ എന്നാണ്. ന്യൂ ബാർ എന്നിട്ട് ന്യൂ പ്രൈം എന്ന് മതി, അതാ നല്ലത്. ന്യൂ പ്രൈം ഇസ് ഈക്വൽ ടു ന്യൂ ഇൻറ്റു 1 പ്ലസ് u ബൈ c. കൺഫ്യൂസ്ഡ് ആകുന്നത്, ദിസ് ഇസ് u കേട്ടോ. u ന്യൂ ബാർ ഫ്രീക്വൻസി ടുവേർഡ്സ് ദി ഇൻസ്ട്രുമെന്റിലേക്ക് മൂവ് ചെയ്യുന്ന ഒരു മോളിക്യൂളിന്റെ വെലോസിറ്റി ആണ് u. ആ സമയത്ത് അതിന്റെ ഫ്രീക്വൻസി ന്യൂ ബാർ എന്ന് പറയുന്നത് ന്യൂ ഇൻറ്റു 1 പ്ലസ് u ബൈ c ആണ്. റെഡി? അതിൽ ന്യൂ എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ ആണ്. c എന്ന് പറയുന്നത് എന്താണ്? വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്. ദ സെയിം മാനർ ഒരു ഇൻസ്ട്രുമെന്റിൽ നിന്ന് എവേ ആയിട്ടാണ് നമ്മുടെ മോളിക്യൂൾ സഞ്ചരിക്കുന്നത് എങ്കിൽ അതിന്റെ ഫ്രീക്വൻസി ന്യൂ ബാർ എന്ന് പറയുന്നത് ന്യൂ ഇൻറ്റു 1 മൈനസ് u ബൈ c ആണ്. റെഡി? ടുവേർഡ്സ് ദി ഇൻസ്ട്രുമെന്റ് ആണെങ്കിൽ ന്യൂ ബാർ ഇസ് ഈക്വൽ ടു ന്യൂ ഇൻറ്റു 1 പ്ലസ് u ബൈ c ആണ്. away from the instrument ആണെങ്കിൽ ന്യൂ ബാർ ഇസ് ഈക്വൽ ടു ന്യൂ ഇൻറ്റു 1 മൈനസ് u ബൈ c ആണ്. റീഅറേഞ്ച് ചെയ്ത് നമുക്ക് ഒരുമിച്ച് എഴുതാം ഈ ഇക്വേഷനെ. we can be written as delta nu by nu equal to plus or minus u by c. Rearranging, and we can be written as the equation delta nu by nu equal to plus or minus u by c. Clear? Ini basically the kinetic energy of the movement of the molecule. ഈ ഒരു ഡോപ്ലർ ബ്രോഡനിങ്ങിൽ കൈനറ്റിക് എനർജി ഓഫ് ദി മോളിക്യൂൾ നമ്മൾ റെപ്രസെന്റ് ചെയ്യുകയാണ് പിള്ളേരെ. ഡെൽറ്റ ന്യൂ ബൈ ന്യൂ ഈക്വൽ ടു 2 by c 2 kT ln2 by m whole raised to 1 by 2. റെഡി? അതായത് ഇവിടെ നമുക്ക് ചേഞ്ച് ഇൻ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഡെൽറ്റ ന്യൂ which is directly proportional to temperature എന്ന് എഴുതിക്കൂടെ? t raised to half എന്ന് എഴുതാമല്ലോ. delta nu equal to with a constant. Delta nu is directly proportional to temperature raised to half, which means ഒരു colder conditioned, അതായത് ഗേഷ്യസ് സാമ്പിളുകളോ ലിക്വിഡ് സാമ്പിളുകളോ ഒക്കെ നമ്മൾ ഒരു കോൾഡർ കണ്ടീഷനിൽ കൊണ്ടുവരുന്ന സമയത്ത് ഈ ഡോപ്ലർ ബ്രോഡനിങ് എന്താകും? കുറഞ്ഞു വരും. അല്ല, നമ്മൾ ഒരു ഹോട്ടർ കണ്ടീഷനിൽ സാമ്പിളുകൾ നമ്മൾ അനലൈസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവിടെ ഡോപ്ലർ ബ്രോഡനിങ് വരികയും അത് പ്രകാരം ബ്രോഡൻഡ് സ്പെക്ട്രൽ ലൈനുകളാണ് നിങ്ങൾക്ക് എന്താകുക കിട്ടുക. ചില ആൾക്കാർക്ക് ചില ഒന്നിനും നേരം ഉണ്ടാവില്ല, എല്ലാത്തിനും ധൃതിയായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാർ എല്ലാത്തിനും ഒരു വെപ്രാളം, ചൂടായ സാമ്പിൾ പിടിച്ച് ബ്രോഡനിങ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പീക്കുകളെല്ലാം വിടർന്ന് താമര പോലെയാവും കേട്ടോ. ഇനി മൂന്നാമത്തെ ഫീച്ചറാണ് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ദിസ് ഈസ് ഹെയ്സൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. വാട്ട് ഈസ് ഹെയ്സൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞ് സാധാരണ രൂപത്തിൽ നമ്മൾ പഠിച്ചത് ഇറ്റ് ഈസ് ഇംപോസിബിൾ ടു ഡിറ്റർമൈൻ both the position and the momentum of the particle simultaneously and accurately. അല്ലേ? ഇവിടെ ഞാൻ കൺസിഡർ ചെയ്യുന്നത് ഇതാണ്. കൺസിഡർ the uncertainty in energy is delta E and uncertainty in time is delta T. അപ്പോൾ it is impossible to determine both the energy and the time of the particle simultaneously and accurately. Ready? We can be written in the form of a Heisenberg's uncertainty principle. Delta E into delta T equal to h by 2 pi. Delta E equal to h by 2 pi delta T. Ready? We can be written as delta T equal to tau. Tau is the lifetime. Delta T equal to h by 2 pi tau. Ready? According to Heisenberg's uncertainty principle, we can be written in terms of energy and a limited time in seconds. Delta E into delta T equal to h by 2 pi.
delta E equal to h by 2 pi into delta t equal to tau, delta tau equal to h by 2 pi tau. Tau means it is the lifetime. Ready? ഇവിടെ നമ്മൾ ഏതൊരു സിസ്റ്റത്തിന്റെയും ഷോർട്ടർ ലൈഫ് ടൈം ആവുന്ന സമയത്ത് ലൈഫ് ടൈം ബ്രോഡനിങ് അല്ലെങ്കിൽ അൺസർട്ടനിറ്റി ബ്രോഡനിങ് ആണ് എന്താവുക സംഭവിക്കുക. ലൈഫ് ടൈം ബ്രോഡനിങ് അല്ലെങ്കിൽ അൺസർട്ടനിറ്റി ബ്രോഡനിങ് എന്താവും സംഭവിക്കും. ലൈഫ് ടൈം എത്ര കണ്ട് കുറയുന്നുവോ അതിനനുസരിച്ച് ബ്രോഡനിങ് എന്താവും സംഭവിക്കും. റെഡി? ക്ലിയർ? മനസ്സിലായ സംഗതി? മൂന്നും പിടികിട്ടിയോ? അപ്പോ കൊളീഷൻ ബ്രോഡനിങ് കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഹെയ്സൻബർഗിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ കൊണ്ട് അതും അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ എന്താ പറയുക, എന്തായാലും ആദ്യത്തെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തത് ബ്രോഡനിങ്ങിനുള്ള കൊളീഷൻ അല്ലേ? ആ മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് ഈ സ്പെക്ട്രൽ ലൈനുകൾക്ക് ബ്രോഡനിങ് ഉണ്ടാവുക സംഭവിക്കുക. Then there is a next feature we can discuss about what are the factors which affect the intensity of spectral line. Spectral ലൈനുകളുടെ ഇന്റൻസിറ്റിയെ ഡിപെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? What are the factors influencing the intensity of spectral lines? Spectral ലൈനുകളുടെ ഇന്റൻസിറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒന്നാമത്തെ ഫാക്ടർ ആണ് this is path length of the sample. ഒരു സ്പെക്ട്രൽ ലൈനിന്റെ ഇന്റൻസിറ്റിയെ ഡിപെൻഡ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒന്നാമത്തെ ഫാക്ടർ ആണ് നമ്മൾ പറയുന്നത് this is path length of the sample. We can be written as the intensity of the spectral line and path length of the sample we can be written by equation A equal to epsilon CL. A എന്താണ്? Absorbance of the optical density, L length of the sample, C എന്ന് പറയുന്നത് concentration, epsilon എന്ന് പറയുന്നത് molar extension coefficient. അപ്പോൾ ലെങ്ത് ഓഫ് ദി സാമ്പിളിനനുസരിച്ച് അല്ലെങ്കിൽ ഇന്റൻസിറ്റിയെ ഡിപെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടർ ആണെന്ത്? പാത്ത് ലെങ്ത്. എത്ര കണ്ട് പാത്ത് ലെങ്ത് കൂടുന്നുവോ അതിനനുസരിച്ച് ഇന്റൻസിറ്റിയിലും എന്താവും വ്യത്യാസങ്ങൾ എന്താവും വരും. ക്ലിയർ? ദിസ് ഈസ് അവർ ബിയർ-ലാംബർട്ട്സ് ലോ റെപ്രസെന്റേഷൻ. റൈറ്റ്? ഇനി രണ്ടാമത്തെ ഫീച്ചർ ആണ് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ദിസ് ഈസ് ഇന്റൻസിറ്റിയെ ഡിപെൻഡ് ചെയ്യുന്ന മറ്റൊരു ഫീച്ചർ ആണ് population of states. സ്റ്റേറ്റ് എന്ന് ഉദ്ദേശിച്ചത് ഓരോ എനർജി ലെവലുകളുടെ പോപ്പുലേഷൻ ആണ് കേട്ടോ. ബേസിക്കലി ഡിഫറെന്റ് എനർജി ലെവലുകളുടെ പോപ്പുലേഷനെ എക്സ്പ്രസ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ലോ. സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സിൽ പഠിച്ചിട്ടുണ്ടാവും. n upper divided by n lower is equal to e raised to minus delta E by kT. പഠിച്ചിരിക്കേണ്ടതാണ്. n is the number of particles from upper and lower level. delta E എന്ന് പറഞ്ഞാൽ n upper, E upper minus E lower, k is the Boltzmann constant and T is the temperature. നോക്കൂ, ഞാൻ പറയുന്നതിന്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾ പറഞ്ഞു നോക്കണം കേട്ടോ. If delta E is large, what about n upper by n lower? ഡെൽറ്റ ഇ എന്ന് പറയുന്നത് ലാർജർ ആണ് എന്ന് കരുതും. എനർജി ലെവലുകൾ തമ്മിലുള്ള അകലം വളരെ കൂടുതലാണ്. E upper minus E lower is delta E is become to be very large. What about n upper by n lower? n upper by n lower is small. അല്ലേ? n upper by n lower എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്മോളർ ആയിരിക്കും. ക്ലിയർ ആവുമോ? എപ്പോഴാണ് ഈ n upper by n lower സ്മോളർ ആവുക? നോക്കൂ, n upper എന്ന് പറയുന്നത് സ്മോളർ ആവണം. എന്നാലല്ലേ n upper by n lower എന്താവുള്ളൂ? സ്മോളർ ആവുള്ളൂ. അതായത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇതാണ്. എപ്പോഴും അപ്പർ എനർജി സ്റ്റേറ്റ് നിങ്ങൾ നോക്കുന്ന സമയത്ത് അവിടെ പാർട്ടിക്കിളുകളുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. എല്ലായ്പ്പോഴും പോപ്പുലേഷൻ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക ഗ്രൗണ്ട് സ്റ്റേറ്റിലാണ്. ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ലോ പ്രകാരം നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവും അപ്പർ സ്റ്റേറ്റിലുള്ള നമ്പർ ഓഫ് പാർട്ടിക്കിളുകളുടെ എണ്ണം കുറവാണ്. പോപ്പുലേഷൻ ഏറ്റവും കൂടുതൽ ഉള്ളത് എവിടെയാണ്? ഗ്രൗണ്ട് സ്റ്റേറ്റിലാണ്.
ഇങ്ങനെ പോപ്പുലേഷൻ കൂടുതലുള്ളത് ഗ്രൗണ്ട് സ്റ്റേറ്റിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് രൂപപ്പെടുന്ന എല്ലാ എക്സൈറ്റേഷനുകൾക്കുമാണ് ഇന്റൻസിറ്റി വളരെ കൂടുതൽ ഉണ്ടാവുക. അല്ല, ബാക്കിയുള്ള എക്സൈറ്റേഷനുകൾക്ക് എല്ലാത്തിനും തന്നെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? കുറവായിരിക്കും. റെഡി? എല്ലായ്പ്പോഴും ഗ്രൗണ്ട് സ്റ്റേറ്റിലാണ് പോപ്പുലേഷൻ വളരെ കൂടുതൽ. അപ്പൊ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് രൂപപ്പെടുന്നവർക്കായിരിക്കും എന്ത് കൂടുതൽ ഉണ്ടാവുക? ഇന്റൻസിറ്റി കൂടുതൽ ഉണ്ടാവുക. റെഡി? ഇനി നമ്മൾ മൂന്നാമത്തെ ഫീച്ചറാ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇന്റൻസിറ്റിയെ ഡിപെൻഡ് ചെയ്യുന്ന മൂന്നാമത്തെ ഫീച്ചറാണ് ട്രാൻസിഷൻ പ്രോബബിലിറ്റി. Transition probability. The transition probability we can be expressed by transition moment integral. Transition probability നമ്മൾ represent ചെയ്യുന്നത് transition moment integral ഉപയോഗിച്ചിട്ടാണ്. It is mu nm equal to integral psi n mu psi m d tau. Mu nm is equal to integral psi n mu psi m d tau. ഇതിൽ mu nm ആണ് ട്രാൻസിഷൻ ഡൈപോൾ മൊമെന്റ്. ഈ ട്രാൻസിഷൻ ഡൈപോൾ മൊമെന്റിന്റെ വാല്യൂ ഉപയോഗിച്ചിട്ട് നമുക്ക് ട്രാൻസിഷൻസ് അലൗഡ് ആണോ ഫോർബിഡൻ ആണോ എന്നെന്താക്കാം പറയാൻ വേണ്ടിയിട്ട് പറ്റും. അലൗഡ് ട്രാൻസിഷൻസിനായിരിക്കും സാധാരണയുള്ള ട്രാൻസിഷൻസിനേക്കാൾ ഇന്റൻസിറ്റി വളരെ കൂടുതൽ. അതിന്റെ കണ്ടീഷൻ ഇതാണ്: if mu nm not equal to 0 the transition is forbidden. mu nm ന്റെ വാല്യൂ 0 ആണെങ്കിൽ ആ ട്രാൻസിഷൻസ് എന്ന് പറയുന്നത് എന്താണ്? ഫോർബിഡൻ ആണ്. mu nm not equal to 0 ആണെങ്കിൽ the transitions എന്ന് പറയുന്നത് എന്താണ്? allowed ആണ്. mu nm ന്റെ വാല്യൂ not equal to 0 ആണെങ്കിൽ ആ ട്രാൻസിഷൻസ് allowed ആണ്. mu nm ന്റെ വാല്യൂ equal to 0 ആണെങ്കിൽ ആ ട്രാൻസിഷൻസ് എന്താണ്? forbidden ആണ്. ഈ allowed ട്രാൻസിഷൻസിനായിരിക്കും നമ്മൾ എന്താക്കുക? ഏറ്റവും കൂടുതൽ ഇന്റൻസിറ്റി ഉണ്ടാവുക സാധാരണ ട്രാൻസിഷൻസിനേക്കാൾ. ക്ലിയർ? ഈ ട്രാൻസിഷൻ പ്രോബബിലിറ്റി നമ്മൾ സം ക്വാണ്ടം നമ്പേഴ്സ് സെലക്ഷൻ റൂൾസ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാറുണ്ട്, ഡിസൈഡ് ചെയ്യാറുണ്ട്. അതായത് ഇന്ന സെലക്ഷൻ റൂളിലുള്ള ട്രാൻസിഷൻസ് ആണ് allowed അല്ലെങ്കിൽ ഫോർബിഡൻ എന്ന് പറയാറുണ്ട്. ഫോർ എക്സാമ്പിൾ ട്രാൻസിഷൻ മൂവ്മെന്റ് ഇന്റഗ്രൽ പോലെ തന്നെ നമ്മൾ എന്താ പറയാ ക്വാണ്ടം മെക്കാനിക്കൽ അപ്രോച്ച് നോക്കുമ്പോൾ സെലക്ഷൻ റൂളുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ പറയാറുണ്ട് ഇത്തരം ട്രാൻസിഷൻസ് അലൗഡ് ആണ്, ഇത്തരം ട്രാൻസിഷൻസ് ഫോർബിഡൻ ആണ് എന്നൊക്കെ. ഇൻ ദ കേസ് ഓഫ് microwave spectroscopy the allowed transition is delta J equal to plus or minus 1. ഈ ട്രാൻസിഷൻസിനായിരിക്കും ഇന്റൻസിറ്റി കൂടുതൽ, ബാക്കിയുള്ള ട്രാൻസിഷൻസിനൊക്കെ ഇന്റൻസിറ്റി എന്തായിരിക്കും? കുറവായിരിക്കും. കേട്ടോ? അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ് ബ്രോഡനിങ് ഓഫ് സ്പെക്ട്രൽ ലൈനുകൾ ഡിപെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സും അതുപോലെ ഇന്റൻസിറ്റി ഓഫ് സ്പെക്ട്രൽ ലൈനുകളെ ഡിപെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സും. ക്ലിയർ അല്ലേ? കാര്യം മനസ്സിലായോ സംഗതി? ഇന്ന് നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്ലാസ് വി ക്യാൻ ഡിസ്കസ് അബൌട്ട് മൈക്രോവേവ് സ്പെക്ട്രോസ്കോപ്പി.